കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പട്ടികജാതി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഗവൺമെൻറ് കേരളത്തിലുള്ളത്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വികസനത്തിന് വേണ്ടി ഒന്നും കൊടുക്കാത്ത അവരുടെ സോഷ്യൽ റെപ്രസെൻറ്റേഷൻ നിഷേധിച്ചൊരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ഇത്തവണത്തെ ബജറ്റിൽ തന്നെ 100 കോടി രൂപ മന്ത്രിമാർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ പട്ടികജാതി വിഭാഗങ്ങളുടെ ഏതെങ്കിലും ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ ഇവർ പണം മാറ്റിവെക്കുന്നുണ്ടോ? ദുർഗന്ധം വമിക്കുന്ന ഭരണത്തെ സുഗന്ധലേപനങ്ങൾ കൊണ്ട് മൂടി അവരുടെ ഭരണപരാജയം മറച്ചു വെക്കുവാൻ വേണ്ടി നടത്തുന്ന ധൂർത്താണ് ഇത്തരം ആഘോഷ പരിപാടികൾ. എല്ലാ മേഖലയിലും പരാജയമാണ്. ഇപ്പോൾ ലൈഫ് മിഷൻ തന്നെ അഴിമതിയുടെ ഒരു മാർഗമായല്ലേ ഇവർ കണ്ടത്. നമസ്കാരം. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ആഘോഷത്തിന് വേണ്ടിയുള്ള പരസ്യ ബോർഡിന് വേണ്ടി മാത്രം 20,71 ലക്ഷം രൂപയാണ് ചിലവാക്കേണ്ടി വരുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇവിടെ നമ്മുടെ പൊതുസമൂഹത്തിൽ അടിസ്ഥാന വർഗങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം അതിഗംഭീരമായി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത്. ആശാ വർക്കർമാരുടെ വിഷയം ഉൾപ്പെടെ ഉന്നയിച്ചപ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞത് ധനസ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ സമരം നിർത്തണം എന്നൊക്കെയാണ്. എന്നാൽ ഈ ധൂർത്തിന് എവിടെ നിന്നാണ് പണം കണ്ടെത്തുന്നത്? ഈ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അടിസ്ഥാന വർഗങ്ങളുടെ നിരവധി പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാതെയാണ് വളരെ ആർഭാടപൂർവ്വം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി നടത്തുവാൻ വേണ്ടി പോകുന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഏറ്റവും ക്രൂരത കാണിച്ചൊരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പട്ടികജാതി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഗവൺമെൻറ് കേരളത്തിലുള്ളത്. ശ്രീ കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയായിരുന്നു, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയച്ചു. ഇപ്പം നിലവിൽ പട്ടികജാതി വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല. ഈ ഒരു അവഗണന കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിലുമുണ്ട്. പട്ടികജാതി ഫണ്ട് 612 കോടി രൂപ വെട്ടിക്കുറച്ചു. വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കൊടുക്കുന്നില്ല, മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഭവന നിർമ്മാണ പദ്ധതികൾ യഥാർത്ഥത്തിൽ അത് ഫണ്ട് കൊടുക്കാതെ വളരെയധികം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ ഒരു തരത്തിലും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വികസനത്തിന് വേണ്ടി ഒന്നും കൊടുക്കാത്ത അവരുടെ സോഷ്യൽ റെപ്രസെൻറ്റേഷൻ നിഷേധിച്ചൊരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഓരോ വാർഷികാഘോഷങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ധൂർത്താണ്. ഇത്തവണത്തെ ബജറ്റിൽ തന്നെ 100 കോടി രൂപ മന്ത്രിമാർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നാൽ പട്ടികജാതി വിഭാഗങ്ങളുടെ ഏതെങ്കിലും ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ ഇവർ പണം മാറ്റിവെക്കുന്നുണ്ടോ? അപ്പുറത്ത് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ, അംഗനവാടി ടീച്ചർമാർ അടിസ്ഥാന ജനവിഭാഗങ്ങളല്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. PRDയിൽ തന്നെ 70 കോടി രൂപ സർക്കാരിൻ്റെ പരസ്യത്തിനായി 70 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ കോസ്മെറ്റിക്സ് ആണ്. ഇവരുടെ മുറിവുകൾ, ഇവരുടെ ദുർഗന്ധം വമിക്കുന്ന ഭരണത്തെ സുഗന്ധലേപനങ്ങൾ കൊണ്ട് മൂടി അവരുടെ ഭരണപരാജയം മറച്ചു വെക്കുവാൻ വേണ്ടി നടത്തുന്ന ധൂർത്താണ് ഇത്തരം ആഘോഷ പരിപാടികൾ. ഈ ആഘോഷ പരിപാടികൾ ഒന്നും കൊണ്ടും ജനങ്ങളുടെ മനസ്സിൽ ഇവരുണ്ടാക്കിയിരിക്കുന്ന മുറിവിനെ മാറ്റാൻ കഴിയില്ല. ഇവർ ജനദ്രോഹ ഭരണമാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും ദോഷം ചെയ്ത ഒരു ഗവൺമെൻറ്റാണ്. ഈ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇപ്പോൾ പെൻഡിങ്ങിലാണ്. പല വീടുകളും പണിയാത്ത സാഹചര്യമാണുള്ളത്. പകുതി വഴിക്ക് എത്തിയതും എല്ലാ മേഖലയിലും പരാജയമാണ്. ഇപ്പോൾ ലൈഫ് മിഷൻ തന്നെ അഴിമതിയുടെ ഒരു മാർഗമായല്ലേ ഇവർ കണ്ടത്. ലൈഫ് മിഷൻ്റെ ചെയർമാനായി മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ ലൈഫ് മിഷൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ശിവശങ്കരൻ അഴിമതി കേസിൽ ജയിലിലാണ്. അപ്പം നിരവധി ലൈഫ് വീടുകൾ ഇന്നും പണി പൂർത്തിയാകാൻ കഴിയാതെ മുടങ്ങിക്കിടക്കുന്നു. പട്ടികജാതി വിഭാഗങ്ങളുടെ ഭവന നിർമ്മാണ പദ്ധതിയും സമാനമായ അവസ്ഥയിലാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഈ ഗവൺമെൻറ് സാധാരണക്കാരനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് വീടെന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ്. അത് പൂർത്തീകരിക്കാനുള്ള 4 ലക്ഷം രൂപ പോലും കൊടുക്കാൻ കഴിയാതെ മറ്റ് ധൂർത്തുകൾക്ക് വേണ്ടി പണം മാറ്റിവെക്കുന്ന ഒരു സർക്കാരാണിത്. PSC ചെയർമാൻ്റെ ശമ്പളം 4 ലക്ഷമായി. എന്താണ് അതിൻ്റെ ആവശ്യം? PSC മെമ്പർമാരുടെ ശമ്പളം 3 ലക്ഷമാക്കുന്നു. എന്താണതിൻ്റെ പ്രസക്തി? എന്താണ്? അപ്പോൾ അതൊക്കെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. പൊതുജനങ്ങളുടെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മുടെ സർക്കാർ പറയും. ഇപ്പോൾ ആശാ വർക്കർമാരുമായി മന്ത്രി വീണ ജോർജുമായി ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞത് ധനസ്ഥിതി വളരെ മോശമാണ്, ഖജനാവിൽ പൈസ ഇല്ല എന്നാണ്. പക്ഷേ ഈ ആർഭാടത്തിനൊക്കെ എവിടുന്ന് പൈസ കിട്ടുന്നു എന്നാണ്. അല്ലാതെ ഈ മുൻഗണനാ ക്രമമൊന്നുണ്ട്. ഇപ്പോൾ ക്ലിഫ് ഹൗസിലെ തൊഴുത്തിന് AC ഘടിപ്പിക്കാൻ 25 ലക്ഷം രൂപ കൊടുക്കുന്നതിൻ്റെ മുൻഗണന എന്താണ്? നീന്തൽക്കുളം. പുതിയ കാറ് വാങ്ങാൻ 100 കോടി രൂപ, മന്ത്രിമാരുടെ തുടർച്ചയായ വിദേശ യാത്രകൾ,
PSC ചെയർമാൻ്റെ ഉൾപ്പെടെ ശമ്പളം വർദ്ധിപ്പിക്കൽ. അപ്പോൾ ഇതിനൊക്കെ ഇവർക്ക് പണമില്ലേ? ഇതിനൊക്കെ പണമുള്ളവർ സാധാരണക്കാരൻ്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് പണമില്ല എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കില്ല. അത് ഇവരുടെ ഭരണപരാജയത്തിൻ്റെ ഒരു ന്യായീകരണം മാത്രമാണ്. സത്യത്തിൽ അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ എവിടെ നിന്നാണ് ഈ ധനസ്ഥിതി മോശമാണ് എന്നുള്ള വാക്ക് ഉയർന്നു വരുന്നത്? ദൂർത്തടിക്കാൻ ഒരു കുറവുമില്ല. രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുമ്പോഴും കോടികൾ പൊടിപൊടിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.